കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അതിവിപുലമായി ശാസ്ത്ര ഭക്ഷ്യമേള സംഘടിപ്പിക്കും. ഇത്തവണ വ്യത്യസ്തമായ രീതിയിലാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും ശാസ്ത്ര ഭക്ഷ്യമേള വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവമായി മാറുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. Beautiful and excellent quality furnitures are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Tamam Furniture World, Uppala, Bandiyod, Udyavar, now at Mangalore. 2 ദിവസത്തെ ശാസ്ത്ര ഭക്ഷ്യമേള മികച്ചതാക്കി മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരുമെന്നും സ്കൂളിലെ ഏറ്റവും വലിയ പരിപാടിയായി ശാസ്ത്ര ഭക്ഷ്യമേള മാറുമെന്നും സ്കൂളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ വിശദീകരിച്ചു. ശാസ്ത്രമേളയിൽ വിദ്യാർത്ഥികൾ അവരുടെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുകയും കൂടുതൽ കണ്ടെത്തലുകൾ നടത്തുവാനുള്ള അവരുടെ ശ്രമങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ഭക്ഷ്യമേളയിൽ വിവിധതരം ഭക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുകയും അവയുടെ പോഷക ഗുണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിടുകയും ചെയ്യും. ഗണിതം, സാമൂഹിക പഠനം, വിവരസാങ്കേതികവിദ്യ, കായിക പ്രവർത്തനങ്ങൾ, ആരോഗ്യം, ഇസ്ലാമിക പഠനങ്ങൾ, സാഹിത്യം, മത മത്സരങ്ങൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലും പ്രദർശനങ്ങൾ നടക്കും. ഈ പ്രദർശനങ്ങളിൽ വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകളെ പരിചയപ്പെടുത്തും. വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കും പ്രദേശവാസികൾക്കും മേള കാണുവാൻ അനുവാദമുണ്ടായിരിക്കും. ഫെബ്രുവരി 22-ന് അനുബന്ധ സ്ഥാപനമായ ഹൊസങ്കടി പീസ് ക്രിയേറ്റീവ് സ്കൂളിലും ശാസ്ത്ര ഭക്ഷ്യമേള നടക്കുമെന്നും അബ്ദുൽ ഖാദർ കൂട്ടിച്ചേർത്തു. One area we are engaged with various exhibits of different classes students, and another area we are conducting cultural activities, and another area food court is there. That is one new thing. The students, they are getting good experience in the field of business management. The subjects like science, maths, IT, social, heritage, Arabic, Islamic studies, health and fitness, sports, under various clubs they work together. Here all the students and teachers, they have been working day and night for the final preparation. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദറിനൊപ്പം കോർഡിനേറ്റർമാരായ ജുനൈദ, പർവീൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.